കർത്താവിന്റെ അതിവിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ നമ്മൾ സ്വായത്തമാക്കണം. സകല അന്ധകാര മണ്ഡലങ്ങളെയും ജയിക്കുവാൻ ഒരു അമിത ബലം നമുക്ക് ആവശ്യമാണ്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതാണ്. ഈ ദിവസങ്ങൾ ആത്മാവിൽ നമുക്ക് ഉണരാം. അഭിഷേകത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. സകല നുഖങ്ങളും അഭിഷേകത്താൽ തകരും. അങ്ങനെയെങ്കിൽ ആത്മശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ, പ്രാർത്ഥനയിൽ ഉറ്റരിക്കാൻ നമുക്കിടയാവണം. ഏതു നേരത്തും പ്രാർത്ഥിപ്പാൻ, ദൈവസാന്നിധ്യത്തിന്റെ കീഴിൽ ആയിരിക്കാൻ തന്റെ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ നമുക്കിടയാവണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണം. എല്ലാറ്റിലും പ്രാർത്ഥനയിൽ അപേക്ഷയാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുവാൻ തയ്യാറാകുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടുന്ന് നമ്മെ നിറയ്ക്കും എന്നുള്ളതിന് സംശയമില്ല. നാം ആയിരിക്കുന്നത് കൃപയാലാണ്. കൃപയാൽ, നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ബലം കൊണ്ടല്ല, സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, നമ്മുടെ കുടുംബത്തിന്റെ മഹിമ കൊണ്ടല്ല. ദൈവത്തിന്റെ കൃപയിൽ ദൈവം നമ്മെ കാക്കുന്നു. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കാത്ത ദൈവം, നമ്മുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവം, അകത്തും പുറത്തും നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, തൊടുന്നിടവും ചവിട്ടുന്നിടവും അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം എന്നും നമ്മളോട് കൂടെയുണ്ട്. ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയും, ഇന്നും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. വീണ്ടും ആവർത്തിച്ചു പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. ആ ദിവസം വരെ എന്നെ കാക്കുവാൻ, എന്നെ സൂക്ഷിക്കുവാൻ, എന്നെ നടത്തുവാൻ അവിടുന്ന് ശക്തനാണ് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്ന് അകത്ത് ആഴമായൊരു ഉറപ്പ് ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം. പതറിപ്പോകാൻ ഇടയാക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകും. വിശ്വാസത്തോടെ നിൽക്കുന്നവൻ ഒരിക്കലും പതറിപ്പോകത്തില്ല. അവനറിയാം, എന്നെ നടത്തുന്നത് ആരാണ്, എന്റെ ഉടയവൻ ആരാണ്, ഞാൻ സേവിച്ചു വരുന്നവൻ ആരാണ്, എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ ആരാണ് എന്ന് നമ്മുടെ അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നിരാശ നമ്മളെ കൺട്രോൾ ചെയ്യില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം ബലമേറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ പിന്നെ വീണ്ടും പഴയതുപോലെ നമ്മൾ പതറിപ്പോകുന്നത്, നമ്മൾ പ്രാപിച്ച ദൈവ സാന്നിധ്യം, നമ്മൾ സേവിക്കുന്ന ദൈവം അവിടുന്ന് ആരാന്ന് ആഴമായ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പകലും അവിടുത്തെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തിയല്ല, നമ്മെ നാമായി അറിയുന്നവന്റെ മുമ്പാകെ, കാണുന്നവന്റെ മുമ്പാകെ നമുക്കൊന്ന് ഏൽപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. 1 പത്രോസ് 3:12 നമുക്കറിവുള്ള വാക്യമാണ്. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും. ഇതൊരു പ്രവചന ഭാഗം. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു ഭാഗം പത്രോസാത്മാവിൽ എടുത്തെഴുതിയിരിക്കുകയാണ്. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും. നീതിമാന്മാരെ കാണുന്ന ഒരു കണ്ണുണ്ട് കേട്ടോ സഹോദരങ്ങളെ. ആരും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ചിന്തിച്ച് ഭാരപ്പെടണ്ട. അപ്പൻ കണ്ടില്ലേലും, അമ്മ കണ്ടില്ലേലും, ഹസ്ബൻഡ് കണ്ടില്ലേലും, വൈഫ് കണ്ടില്ലേലും, കുട്ടികൾ കണ്ടില്ലേലും, പാസ്റ്റർ കണ്ടില്ലേലും നീതിമാന്മാരെ കാണുന്ന ഒരു കണ്ണുണ്ട് കേട്ടോ. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെ നടത്തുന്ന ഒരുവനുണ്ട്. സ്തോത്രം. വിശ്വസിക്കാമോ? ഹാഗറിനോട് ചോദിച്ച ഹാഗർ പറയും, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. അവിടെ അബ്രഹാം കാണാനില്ലായിരുന്നു കേട്ടോ. മരുഭൂമിയാണ് സഹോദരങ്ങളെ. എന്നാൽ മരുഭൂമിയിലും സമുദ്രത്തിലും കാണുന്ന ഒരുവൻ നമ്മുടെ ദൈവമാണ്.
പ്രാർത്ഥിക്കുന്നവനെ കാണുന്ന ഒരുവനുണ്ട്, കരയുന്നവനെ കാണുന്ന ഒരുവനുണ്ട്. മിസ്രയീമിൽ കഷ്ടപ്പെട്ട തന്റെ ജനം, നിലവിളിച്ച ജനം, സങ്കടപ്പെട്ട ജനം, വേദനിച്ച ജനം ആരും അവരെ കണ്ടില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. വിശ്വസിക്കുക. സക്കറിയ എലിസബത്ത് ദമ്പതികളെ, നിങ്ങളുടെ വിഷയത്തെ കാണുന്നവരുണ്ട്. സ്തോത്രം. ഹന്നേ, നീ ഹൃദയം പകർന്നത് മറ്റാരും കണ്ടില്ല, പക്ഷെ കാണേണ്ടവൻ കണ്ടു കേട്ടോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നീതിമാന്മാരെ കാണുന്ന ദൈവം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ, എന്ന് വെച്ചാൽ നമ്മുടെ മേൽ, നമ്മുടെ മുകളിൽ ദൈവത്തിന്റെ കണ്ണുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങളുടെ തലമുറ ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിന്റെ കണ്ണ് അവിടെ ഉണ്ട്. വിശ്വസിക്കുക. നിങ്ങൾ സഞ്ചരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കണ്ണുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിനകത്ത് ദൈവത്തിന്റെ കണ്ണുണ്ടെങ്കിൽ വേറെ ഒരു കണ്ണും, വിടക്ക് കണ്ണിനും നിങ്ങളെ ജയിക്കാൻ പറ്റില്ല. ഒരു വിടക്ക് കണ്ണ് നിങ്ങൾക്ക് ഏഷില്ല. ദൈവം എന്റെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്, ഉറപ്പാക്ക. ദൈവത്തിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും. അപ്പൊ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. ആർക്കു വേണ്ടി? നീതിമാന്മാർ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ ചെവി തുറന്നിരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ചെവി ചായച്ചിറങ്ങി വരുന്ന ഒരു ദൈവം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം, താങ്ങുന്ന ദൈവം. സ്തോത്രം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം ചെവി തുറന്നു. ഒത്തിരി നിന്ദിക്കപ്പെട്ട കുടുംബമാണ്. അതാണ് എലിസബത്ത് പറഞ്ഞ, മനുഷ്യരുടെ ഇടയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന നിന്ന നീക്കിക്കളഞ്ഞു. നിന്ദിക്കപ്പെട്ട ഒരു കുടുംബം, അപമാനിക്കപ്പെട്ട കുടുംബം. അവരോടൊക്കെ ദൂത് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറക്കുന്ന ഒരു ദൈവം, ചെവി തുറക്കുന്ന ഒരു ദൈവം. ഏത് വിഷയം പ്രാർത്ഥിച്ചാലും, സങ്കീർണമാകട്ടെ, നടക്കാത്തതാകട്ടെ, കൈവിട്ടതാകട്ടെ, വർഷങ്ങൾ പഴകിയതാകട്ടെ, എഴുന്നേൽക്കത്തില്ലെന്ന് ശത്രുക്കളും കുടുംബക്കാരും പറയുന്നതാകട്ടെ, അതിനെ കാണുന്ന ഒരു ദൈവം, ചെവി തുറക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. വിശ്വസിക്കാമോ? കർത്താവ്, അവിടുത്തെ കണ്ണ്, അവിടുത്തെ ചെവി തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കും. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്നവർ ഉറപ്പിച്ചോ, ഇനി ഇതുവരെ ഒരു മറുപടി കിട്ടിയില്ല, എന്തായി തീരുമെന്ന് ആരും ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുന്നു. ദൈവത്തിന്റെ ചെവി തുറന്ന് കേട്ടാൽ ദൈവം പറയും, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ചിലരോടൊക്കെ ദൂത് പറയുന്നു, നാളുകളായി പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്ന പകൽക്കാലമാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൂതേറ്റെടുക്കണം. നിന്റെ ഓരോ വിഷയത്തിന്മേലും ദൈവം ഇറങ്ങാൻ പോകുക, കുരുക്കുകളെ അഴിക്കാൻ പോകുക, കെണികളെ പൊട്ടിക്കാൻ പോകുക, ചില കുടുംബങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുക. നാളുകൾ നിലയുറപ്പിക്കാൻ കഴിയാതെ വേദനിച്ചും സങ്കടപ്പെട്ടും ശങ്കിച്ചും നിൽക്കുന്ന ചിലരോട് ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്താം. നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ആരും കൂടെ കാണത്തില്ല, ആർക്കും കൂടെ വരാനും പറ്റില്ല. പക്ഷേ കാണുന്ന ഒരുവൻ, ദൈവത്തിന്റെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട്. അപ്പന്റെ കണ്ണ് കാണത്തില്ല, അമ്മയുടെ കണ്ണ് കാണത്തില്ല, സഹോദരങ്ങളുടെ കാണത്തില്ല, മക്കളുടെ കാണത്തില്ല, വൈഫിന്റെ കാണത്തില്ല. ദൈവത്തിന്റെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട്. ദൈവത്തിന്റെ ചെവി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതിന് മറുപടി വന്നിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. നാളുകളായി ഞാൻ ഈ വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, ദൈവം അത് കേട്ടിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ദൈവ പ്രവർത്തി. അപ്പോൾ തന്നെ ദൈവം ചെയ്യുന്ന അടുത്ത പരിപാടി, കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലം. തന്റെ ജനത്തെ പീഡിപ്പിക്കുവാൻ, ഒതുക്കുവാൻ, വെല്ലുവിളിക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികൾക്ക് ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ മുഖം പ്രതികൂലമായി വരാൻ പോകുക.
ദൈവം അവർക്ക് പ്രതികൂലമാകുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ അനുകൂലമായി വരുന്ന ദൈവപ്രവർത്തികൾ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവമഹത്വം എത്ര പേർ ഇന്ന് പ്രഭാതത്തിൽ റിസീവ് ചെയ്യുന്നു? അവർ വിളിച്ചു പറ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി തുറന്ന ചെവിക്കായി, ഞങ്ങളുടെ മേൽ വെക്കുന്ന ദൃഷ്ടിക്കായി, അങ്ങയുടെ മഹത്വമുള്ള ഭുജത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്തോത്രം ചെയ്താട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, യഹോവയുടെ കണ്ണ് ഞങ്ങളുടെ മേൽ, ഞങ്ങൾ നടക്കുമ്പോൾ, ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങളുടെ തലമുറയുടെ മേൽ ഒക്കെ അങ്ങയുടെ ദൃഷ്ടിയുണ്ട്. മറ്റൊരു ദൃഷ്ടിയും അവരുടെ മേൽ പതിയാതെ, ഞങ്ങളുടെ മേൽ പതിയാതെ അങ്ങയുടെ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്ന ഞങ്ങളുടെ ചെവിക്കായി സ്തോത്രം. അതിന് മറുപടിയുമായി ഞങ്ങളുടെ ദൂതൻ ഇറങ്ങി വന്നിരിക്കാൻ സ്തോത്രം. അഴിയിൽ പാതയൊരുക്കി ദൈവത്തിന്റെ കാരണം ഞങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്നും പകലിലും വെളിപ്പെടുന്നതിന് സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ, ദൈവാത്മാവിന്റെ ഇടപെടിയിൽ വ്യാപരിക്കട്ടെ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ ദൈവപ്രവൃത്തി വ്യാപരിക്കും. യേശുവിൻ നാമത്തന്നെ ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവ അത്ഭുതങ്ങളുടെ ദൈവം ഈ വചനങ്ങൾ അവിടെ സഹായിട്ട് ക്രിസ്തുവിൽ ഞങ്ങളുടെ സഹോദരൻ പ്രസ്പിച്ചു.